Debate with Dr. Arun Kumar. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ ആകെ കരഞ്ഞുപോയതും കണ്ണീരണിഞ്ഞതും കരിമ്പയിലെ കുഞ്ഞുങ്ങളുടെ വിയോഗ വാർത്തയിലാണ്. ഇതിനിടയിൽ ചില കണക്കുകൾ കൂടി ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കേരളത്തിലെ നിരത്തുകളിൽ അപകടത്തിൽ പൊലിഞ്ഞത് 34,000-ലധികം ജീവനുകളാണ്. അതായത് പ്രതിവർഷം 4,000-ഓളം പേർ കേരളത്തിൻ്റെ നിരത്തുകളിൽ വ്യത്യസ്ത അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്നർത്ഥം. പാലക്കാട് കല്ലടിക്കോട്ടെ ഇപ്പോൾ ഈ അപകടം നടന്ന പനയമ്പാടത്ത് വളവിൽ മാത്രം 2022 ജൂലൈ മാസം വരെ നടന്നത് 55 അപകടങ്ങൾ. ഇന്നത്തേതോടുകൂടി കൂട്ടി നോക്കിയാൽ 56 അപകടങ്ങൾ. ഇന്നത്തേതോടുകൂടി നോക്കിയാൽ പൊലിഞ്ഞത് 11 ജീവനുകൾ. താൽക്കാലികമായി ഒരു ഡിവൈഡർ വെച്ച് അടിയന്തര ഇടപെടലിന് ഇന്നത്തെ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നാളെ കൂടുതൽ പരിശോധന ഈ സ്ഥലത്ത് നടത്തും. ഈ ജാഗ്രത നേരത്തെ വേണ്ടിയിരുന്നില്ലേ എന്നാണ് ചോദ്യം. മരണക്കെണിയൊരുക്കുന്ന ബ്ലൈൻഡ് സ്പോട്ടുകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു എന്നാണ് ചോദ്യം. കൊലപാതകളോ എന്നാണ് ചോദ്യം. ഇന്നലെ അപകടമുണ്ടായ ഈ സ്ഥലം നമുക്ക് ഒന്നുകൂടി വിശദമായി പരിശോധിച്ചു വരണം. എന്താണ് ഈ പനയമ്പാടത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ പല ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്നു, കാണുന്നു പ്രേക്ഷകരെ. യഥാർത്ഥത്തിൽ ഇതിന് ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്ന സിമൻറ്റ് കയറ്റിയ ലോറിയാണിത്. വളവിലൂടെ കുഞ്ഞുങ്ങൾ കരിമ്പ സ്കൂളിൽ നിന്നും പനയമ്പാടം ജംഗ്ഷനിലേക്ക് നടന്നു വരുന്നു. 5 പേരാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. 4 പേരുടെ ചിത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പാലക്കാട് നിന്നും സിമൻറ്റ് കയറിയ ലോറി ഇവിടേക്ക് വരുമ്പോൾ ഇത് റോ ഷേപ്പിലുള്ള ഒരു ഹൈവേ റോഡാണ് എന്ന് പ്രേക്ഷകർക്ക് കാണാം. മാത്രമല്ല ഇവിടെ അശാസ്ത്രീയമായി റോഡിൻ്റെ ചരിവ് ആ ഭാഗത്തേക്കാണ്. അതായത് റോഡിൻ്റെ ചരിവ് അല്പം റൈറ്റ് സൈഡിലേക്ക് വരേണ്ടതിന് പകരം റോഡിന് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട്. മാത്രവുമല്ല ഈ ഭാഗത്ത് 4 പ്രധാനപ്പെട്ട തടസ്സങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ചെറിയ സ്പീഡ് ബ്രേക്കറുകൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ റോഡിലേക്ക് വരുന്ന ഭാഗത്തും സ്കൂളിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തും അത്തരം സ്പീഡ് ബ്രേക്കറുകളുടെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ഈ സാറ്റലൈറ്റ് ഇമേജിങ്ങിൽ കാണാം. പക്ഷേ നിരന്തരം വാഹനങ്ങൾ ഓടി അതിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെടുകയും അവിടെ ആ സ്പീഡ് ബ്രേക്കറുകൾക്ക് പ്രസക്തിയില്ലാതെ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അമിത വേഗതയിൽ വാഹനം വീശിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്, മഴയില്ലാത്ത സാഹചര്യത്തിൽ പോലും. മഴയുള്ള സാഹചര്യമാണെങ്കിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് പാലക്കാട് വരുന്ന വാഹനങ്ങളും പാലക്കാട് നിന്ന് മണ്ണാർക്കാട് പോകുന്ന വാഹനങ്ങളും ഈ റോഡിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ 2023 നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യം നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ്. ഒരു ലോറി നിയന്ത്രണം വിട്ട് അടുത്ത സൈഡിലേക്ക് പോയി ഒരു പോസ്റ്റിൽ ഇടിക്കുന്നതായിരുന്നു ആ ദൃശ്യം. നോക്കൂ, ഇവിടെ പാലക്കാട് നിന്ന് സിമൻറ്റ് കയറ്റിയ ലോറി മണ്ണാർക്കാട് ഭാഗത്തേക്ക് ഇടതുവശം ചേർന്ന് വരുന്നു. വാഹനം അത്യാവശ്യം നല്ല വേഗതയിലാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള മറ്റൊരു ലോറി മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. കുട്ടികൾ നടന്ന് അക്ഷയ സെൻറ്ററിന് സമീപത്തേക്ക് എത്തുന്നു. ആ സമയത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ കടന്നു പോകുന്നുണ്ട് ഒരു വണ്ടി. ആ വണ്ടി യഥാർത്ഥത്തിൽ CCTV ദൃശ്യങ്ങളിൽ പ്രകടവുമാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറി കുഞ്ഞുങ്ങളെ കടന്ന് മുന്നോട്ട് പോകുന്നു. നിമിഷ നേരം കൊണ്ട് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് ഈ വാഹനം റൈറ്റ് ഡയറക്ഷനിലേക്ക് മാറുന്നു. അഥവാ പാലക്കാട് നിന്ന് വരുന്ന സിമൻറ്റ് കയറി വന്ന ലോറിയുടെ ട്രാക്കിലേക്ക് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനം പോകുന്നു. വാഹനം അതിൻ്റെ ഫ്രണ്ടിൽ ഇടിക്കുന്നതിനെ തുടർന്ന് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. വാഹനം തെന്നി മാറി കുഞ്ഞുങ്ങളെയും ഇടിച്ച് ഈ റോഡ് സൈഡിലേക്ക് മറിഞ്ഞ് ഒരു വീടിൻ്റെ മുന്നിൽ പോസ്റ്റിലിടിച്ച് മരത്തിലിടിച്ച് താഴേക്ക് മറിയുന്നു. 4 കുഞ്ഞുങ്ങളും ഇതിന് കീഴിൽപ്പെടുന്നു. അജിന മാത്രം ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്. ഈ സ്പീഡ് ബ്രേക്കറുകൾ നേരത്തെ വെച്ചുവെങ്കിലും അത് കാലാനുസൃതമായി പുതുക്കിയില്ല. പകരം ഈ റോഡിൽ നല്ല ഒന്നാന്തരം മിനുസമുള്ള ഭാഗമാണ്, സ്മൂത്തനിങ് ഉള്ള റോഡ് എന്തുകൊണ്ട് റഫാക്കിയില്ല എന്നൊരു ചോദ്യം. റഫാക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ച് JCB കൊണ്ടുവന്ന് ചില ഭാഗങ്ങളിലൊക്കെ ചില റഫ് സർഫസ് ഉണ്ടാക്കിയെങ്കിലും റോഡിൻ്റെ മധ്യത്തിലൊന്നും ഇപ്പോഴും ആ സ്മൂത്തനിങ് അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മഴ പെയ്താൽ വെള്ളം പോകാനുള്ള ഡ്രെയിനേജിങ് സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ റോഡിലൂടെ വെള്ളം ഒഴുകും. അക്വാ പ്ലെയിനിങ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ ജലപാളി രൂപപ്പെടുന്നതോടുകൂടി വാഹനം തെന്നിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. നിരന്തരം അപകടമുണ്ടാവുന്നതിന് ഈ പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മാത്രം 2 സിഗ്നലുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സിഗ്നലുകൾ ഇങ്ങനെ ലൈറ്റ് മിന്നി കത്തും എന്നതിനും അപ്പുറത്തേക്ക് നിരന്തരം ഒരു പോലീസിനെ അവിടെ ഡ്യൂട്ടിക്കിടുകയോ ഒന്നും
ചെയ്തിട്ടില്ല. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് യോഗ തീരുമാനപ്രകാരം അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭാഗമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കാൻ പോകുന്നു. നാളെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പനയംപാടത്ത് വിശദമായ പരിശോധന നടത്തും. ഈ വളവ് നിവർത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. നാട്ടുകാരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യം ഈ വളവ് നിവർത്തിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ള കടകൾ, ഇവിടെ പള്ളികൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക ചിലർക്കെങ്കിലുമുണ്ട്. സർക്കാരിനും ആ ആശങ്കയുണ്ട്. എന്തായാലും കാലങ്ങളായുള്ള ഒരാവശ്യമായിരുന്നു ഈ റോഡിൻ്റെ വളവ് നിവർത്തുകയും അതിൻ്റെ അശാസ്ത്രീയത പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ അതൊന്നും കൃത്യസമയത്ത് കേട്ടില്ലെന്ന് മാത്രമല്ല, 2022 തന്നെ കോങ്ങാട് MLA ശ്രദ്ധ ക്ഷണിക്കൽ നിയമസഭയിൽ നടത്തുമ്പോൾ ഈ അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. 55 അപകടങ്ങളിലായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും ജീവൻ നഷ്ടപ്പെടാൻ കഴിയില്ല എന്ന നിലപാടെന്ന് നാട്ടുകാരെടുത്തു. പക്ഷേ അതൊന്നും അധികൃതർ ചെവികൊണ്ടില്ല. ഇന്നിപ്പോൾ അതൊരു കൊലപാതകയായി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. കൊലപാതകളോ എന്നാണ് നമ്മളുടെ ചോദ്യം. നമുക്കൊപ്പം അതിഥികളായി ഈ കരിമ്പയിലെ നാട്ടുകാരനും GHSS കരിമ്പയിലെ മുൻ PTA പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നമുക്കൊപ്പമുണ്ട്. യൂസഫ് പാലക്കൽ. നമസ്കാരം ശ്രീ യൂസഫ് പാലക്കൽ, വെരി ഗുഡ് ഈവനിങ്. ഒപ്പം NK നാരായണൻകുട്ടി, CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയും നമുക്കൊപ്പം ചേരുന്നു. ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. ശ്രീ യൂസഫ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ശക്തമായി പ്രതിഷേധിച്ചിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ യൂസഫ്, ഞാൻ നേരത്തെ വിവരിച്ചതുപോലെ ഈ റോഡ് എത്ര കാലം മുതൽ ഒരു അപകട വളവായി, ഒരു ബ്ലൈൻഡ് സ്പോട്ടായി മാറിയിട്ട് യൂസഫ്? നമസ്കാരം ഡോക്ടർ അരുൺ. ഈ റോഡ് പുനർനിർമ്മിച്ച അന്ന് മുതൽ ഈ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണ്. ഇന്നലെ നടന്നത് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂട കൊലപാതകം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ഈ റോഡ് ഇത്തരത്തിൽ പുനർനിർമ്മിക്കുന്നതിന് മുമ്പ് യാതൊരു അപകടവും ഇല്ലാതെ, പ്രയാസമില്ലാതെ പോകുന്ന ഒരു പാതയായിരുന്നുവെങ്കിൽ, നമ്മൾ ദേശീയപാത നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ സൗകര്യങ്ങളും അത്തരത്തിലുള്ള മറ്റു ഉന്നത നിലവാരങ്ങളും ഉണ്ടാകേണ്ടിയിരുന്നിടത്ത് ദേശീയപാത നിലവാരമില്ലാതെ നിർമ്മിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. ഇത് ദേശീയപാത നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ദേശീയപാത സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പാനൽ ഏജൻസിയായിട്ടുള്ള സത്ര എന്ന കൺസൾട്ടൻസിയെയാണ് ദേശീയപാത വിഭാഗം ഇതിനെ ഏൽപ്പിച്ചിരുന്നത്. അവർ ഈ സംഭവ സ്ഥലത്ത് വരാതെ ഇത് ഡിസൈൻ ചെയ്തതിൻ്റെ അപാകതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തിക്തഫലമാണ് ഇന്ന് ഞങ്ങൾ ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ഈ കൊടും ക്രൂരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ കരിമ്പ പഞ്ചായത്തിലെ ഇടക്കുറിശി മുതൽ ഈ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ടായിട്ടുള്ള ഈ ഇന്നലെ നടന്നിട്ടുള്ള അപകടം നടന്നിട്ടുള്ള പനയമ്പാടം, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള തുപ്പനാട് പാലം, ആ പാലം ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ 90 ഡിഗ്രിയിലാണ് പാലത്തിൻ്റെ വളവ് അവിടെയുള്ളത്. അതുപോലെ തന്നെ മാപ്പിള സ്കൂൾ കയറ്റം, ആ കയറ്റത്തിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ റോഡിൽ ചാലായി വന്നിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം അപകടം നടന്നിട്ടുള്ള അയ്യപ്പ ക്ഷേത്രം, ആ ഭാഗത്തും 5 ആളുടെ ജീവൻ പൊരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ മൊത്തം ഹോട്ട്സ്പോട്ടായി മാറുന്ന ഒരു ഗതികേടിലാണ് ഈ പ്രദേശത്ത്. മഴ പെയ്താൽ ഈ റോഡിന്റെ അവസ്ഥ എന്താണ്? ഈ ഭരണകൂട കൊലപാതകം, റോഡിലെ മഴ പെയ്താൽ വെള്ളം മുഴുവൻ റോഡിലൂടെ ഒഴുകുന്ന ഒരു ഗതികേടാണ്. അവിടെയാണ് ഞാൻ അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ നാട്ടുകൾ മുതൽ താണാവ് വരെ 46 കിലോമീറ്റർ ദൂരമുണ്ട്. സാധാരണഗതിയിൽ ഏതൊരു റോഡ് നിർമ്മിക്കുമ്പോഴും 2 സൈഡിൽ ഡ്രെയിനേജ് നിർമ്മിക്കാവുന്ന സാമാന്യ മര്യാദ, അല്ലെങ്കിൽ ആ ഒരു റോഡ് നിർമ്മാണത്തിലെ ഒരു പ്രഥമ കാര്യമാണ് 2 ഭാഗവും ഡ്രെയിനേജ് നിർമ്മിക്കുക എന്നത്. പക്ഷേ ഈ 46 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഈ പ്രദേശത്ത് സ്വാഭാവികമായ 2 ഡ്രെയിനേജ് ഉണ്ടായിരുന്നുവെങ്കിൽ 92 കിലോമീറ്റർ ദൂരം ഡ്രെയിനേജിനുള്ള പ്രൊവിഷൻ വെക്കേണ്ടടുത്ത് ഇതിൻ്റെ എസ്റ്റിമേറ്റിൽ ആകെ ഉണ്ടായിരുന്നത് 18 കിലോമീറ്റർ മാത്രമായിരുന്നു. നാരായണൻകുട്ടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ നാരായണൻകുട്ടി, ഇതൊരു ഭരണകൂട കൊലപാതകമാണ് എന്നാണ് യൂസഫ് അടക്കമുള്ള നാട്ടുകാർ പറയുന്നത്. ഒരർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടി വരും. കാരണം 92 കിലോമീറ്റർ ഉള്ളൊരു പാതയിൽ 18 കിലോമീറ്റർ മാത്രം ഡ്രെയിനേജ് സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ കാര്യത്തിൽ ഇതിനകത്ത് വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സ്ഥലത്തെത്താതെ ഗൂഗിൾ മാപ്പിംഗ് വഴിയാണ് ഇവർ റോഡ് ഡിസൈൻ ചെയ്തതെന്ന് ഗതാഗത വകുപ്പ്
വകുപ്പ് മന്ത്രി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനും ഈ വിഷയത്തിൽ ഇടപെടാമായിരുന്നില്ലേ? നിയമസഭയിൽ ഈ വിഷയം കോങ്ങാട് MLA ഉന്നയിച്ചതല്ലേ? അപ്പോഴും വേണ്ടത്ര ജാഗ്രത നമ്മൾ കാട്ടിയിരുന്നു ശ്രീ നാരായണൻകുട്ടി. നമസ്കാരം സാർ. വളരെ സങ്കടകരമായ ഒരു അപകടമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് കരിമ്പ മോചിതമായിട്ടില്ല. ഇന്നലെ ആ അപകടം നടന്ന സമയം മുതൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കോങ്ങാട് MLAയും അതുപോലെ തന്നെ മന്ത്രിമാരും ഈ അപകടത്തിന് ശേഷം അതിൻ്റെ മറ്റ് നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് ഇവിടെയുള്ള നാട്ടുകാരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇവിടെ ദേശീയപാതയിൽ കരിമ്പ പഞ്ചായത്തിലെ മാച്ചാന്തോട് മുതൽ കല്ലടിക്കോട് ചെക്ക് പോസ്റ്റ് വരെ ചില പോരായ്മകളുള്ള കാര്യം ഇവിടെ ഇതിനു മുമ്പും വിവിധ യോഗങ്ങളെല്ലാം MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും രേഖാമൂലം മന്ത്രി അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത്. അന്ന് തന്നെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയ ഉറപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് ഇത് ഗവൺമെൻറ് അയച്ചു കൊടുക്കുമെന്നും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുമാണ് രേഖാമൂലം മറുപടി. പക്ഷെ അപ്പോഴും ശ്രീ എൻ കെ നാരായണൻകുട്ടി, IITയുടെ ഒരു പഠന റിപ്പോർട്ട് ഗതാഗത വകുപ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് PWDക്ക് നൽകി സർക്കാരിന് സമർപ്പിച്ചു എന്നൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത്. വാസ്തവമാണോ എന്നറിയില്ല. ആ IIT റിപ്പോർട്ടിൽ പോലും ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ ആ ഇടത്തൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ അപകടം മാത്രമല്ലല്ലോ, താങ്കൾക്കറിയാമല്ലോ, അവിടെ മറ്റു ചില അപകടങ്ങൾ, ജീവൻ നഷ്ടപ്പെടുന്നില്ലെന്നേ ഉള്ളൂ, ചെറുതും വലുതുമായ ഒട്ടേറെ അപകടങ്ങൾ ഇതിനകം സംഭവിക്കുന്നുണ്ട്. 2 ആഴ്ചയിൽ 1-2 അപകടം എന്ന രീതിയിലാണ് ഈ റോഡിലെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ വേണ്ടത്ര ഒരു ഇടപെടൽ PWDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ ശ്രീ നാരായണൻകുട്ടി? ഇത് PWD മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഈ നാഷണൽ ഹൈവേയിൽ ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ അനുവാദവും വേണമെന്നിരിക്കെ നമ്മൾ ഒറ്റയടിക്ക് PWD മാത്രം ഏറ്റെടുത്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. വളരെ അശാസ്ത്രീയമായ ഒരു ചരിവ് ഈ റോഡിലുണ്ടോ ശ്രീ നാരായണൻകുട്ടി? അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ആ വഴി കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്തെ ഉണ്ട് ഇവിടെ. അപ്പൊ ആ ചരിവുകളെങ്കിലും കരിമ്പ പഞ്ചായത്തിലെ കച്ചേരിപ്പടി ആ ചരിവുകളെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ മുന്നിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി അത് നീക്കം ചെയ്യാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ PWDക്ക് കഴിയുമല്ലോ ശ്രീ നാരായണൻകുട്ടി? അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഇങ്ങനെ ഇവിടെ അപകടം ഉണ്ടായിരുന്ന ഒരു സ്പോട്ട് എന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട MLA ഇത് നിയമസഭയിൽ ഉന്നയിച്ചു. അതിൻ്റെ ഭാഗമായി റോഡ് ഒന്ന് ചിപ്പ് ചെയ്തുകൊണ്ട് ഗ്രിപ്പ് അവിടെ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് നമ്മളവിടെ ആദ്യം ചെയ്തത്. അതുപോലെ തന്നെ റോഡിന് ഇരുവശവും ലൈറ്റുകൾ സ്ഥാപിക്കാനും ആ ഗ്രിപ്പ് അവിടെ ഉണ്ടാക്കിയതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായി അപകടത്തിൻ്റെ തോത് വലിയ തോതിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടെ അപകടം ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം നമുക്കറിയാമല്ലോ, വാഹനങ്ങൾ ഓടിയതിനു ശേഷം നിലവിലുണ്ടായിരുന്ന ഗ്രിപ്പുകളെല്ലാം ഇപ്പൊ നഷ്ടപ്പെട്ടു. അതാണ് അതിനകത്തൊരു അപകടകരമായ കാര്യം. ഞാൻ തിരികെ വരാം ശ്രീ യൂസഫ് നാരായണൻകുട്ടി അങ്ങയിലേക്ക്. ചിപ്പ് ചെയ്ത് ഗ്രിപ്പ് ഉണ്ടാക്കിയെങ്കിലും ഗ്രിപ്പ് വണ്ടികൾ നിരന്തരം ഓടുന്നത് പ്രകാരം അത് സ്മൂത്തൻ ചെയ്യും. അങ്ങനെ സ്മൂത്തൻ ചെയ്ത റോഡ് കണ്ണാടി പോലെ മിനുസമാവുന്നു. റോഡിൽ ഡ്രെയിനേജ് ഇല്ലാത്ത സാഹചര്യത്തിൽ വെള്ളം ഒരു അക്വാപ്ലെയിനിങ് ഉണ്ടാക്കുകയും അവിടെ വാഹനത്തിന് നിയന്ത്രണം വിട്ട് വളരെ സാവധാനം വരുന്ന വാഹനങ്ങൾ പോലും ദിശ തെറ്റി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഈ അപകടത്തിൻ്റെയും കാരണം അതുതന്നെയാണ്. വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നതുകൂടി കണക്കിലാക്കുമ്പോൾ അപകടത്തിൻ്റെ ആഘാതം കൂടി എന്ന് മാത്രം. ചോദ്യം ഇതാണ്, ഇത്തരമൊരു വിവരം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതെന്തുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നത്? ഇതിന് നിരന്തരമായ ഇടപെടലുണ്ടാവാത്തത്? 2 വർഷമായി ആ റോഡ് ഒന്ന് ചിപ്പ് ചെയ്തിട്ട് തുടർന്ന് ആ ഭാഗത്തേക്ക് അധികാരികൾ എത്തിയിട്ടില്ല. അവിടെ ആ റോഡിൻ്റെ അവസ്ഥ ആരും പരിശോധിച്ചിട്ടില്ല. അതിൻ്റെ ചെരിവ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അവിടെയുള്ള ഡ്രെയിനേജ് ഇല്ലാത്തൊരവസ്ഥ ഇപ്പോഴും അതേപടി തുടരുന്നു. ആരോട് ചോദിക്കാൻ, ആരു പറയാൻ?
നമ്മുടെ പാതകൾ കൊലപാതകങ്ങളാകുന്നത് ആരുടെ അനാസ്ഥ കൊണ്ടെന്നാണ് ചോദ്യം. കല്ലടിക്കോട് വാഹനാപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ലോറി ഡ്രൈവർമാരെ റിമാൻഡ് ചെയ്തിരിക്കുന്നുവെന്ന വാർത്ത കൂടി വരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ലോറി ഡ്രൈവർമാരായ പ്രജീഷ് ജോൺ, മഹേന്ദ്ര പ്രസാദ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ വാർത്ത കൂടി ഇപ്പോൾ എത്തുകയാണ്. യൂസഫിലേക്ക് വന്നാൽ, യൂസഫ്, യഥാർത്ഥത്തിൽ ഇത് ആരുടെ വീഴ്ചയാണ്? സംസ്ഥാന സർക്കാർ പറയുന്നു ഇത് ദേശീയപാത വികസന അതോറിറ്റി ശ്രദ്ധിക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ കേന്ദ്രം പറയുന്നു ഇത് സംസ്ഥാനത്തിൻ്റെ. കേന്ദ്രം ഇതുവരെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് PWD അടക്കമുള്ളവർ ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ്. ഇത് ആരുടെ വീഴ്ചയാണ് യൂസഫ്? തീർച്ചയായും ദേശീയപാത നിർമ്മാണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞാനിവിടെ സൂചിപ്പിച്ച ഒരു കൺസൾട്ടൻസി, സത്ര എന്ന കൺസൾട്ടൻസിയാണ് സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ. എനിക്ക് ഇടയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഡ്രൈവർമാരെ മാത്രം പ്രതി ചേർത്താൽ പോരാ. ഇതിന് കാരണക്കാരായിട്ടുള്ള ഈ കൺസൾട്ടൻസിൻ്റെ ആളുകളെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഈ കേസ് നടത്തിയെങ്കിൽ മാത്രമേ അടുത്ത ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഡ്രൈവർമാർ മാത്രമല്ലല്ലോ, ഈ റോഡ് നിർമ്മിച്ച ഇതിൻ്റെ ശില്പികളായിട്ടുള്ള ആളുകൾ കൂടി ഇതിൽ പ്രതികളാണ്. അവരെ കൂടി പ്രതി ചേർക്കണമെന്നാണ് എനിക്ക് ഇവിടെ ഇതിനോട് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ദേശീയപാത ഇത്തരത്തിലുള്ള നിർമ്മാണത്തിൽ അപാകത ഉണ്ടാകുമ്പോൾ ഈ തരത്തിൽ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതോ അതല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിനും ഇതിൽ ബാധ്യതയുണ്ട്. ഇത് നിരന്തരമായി വർഷങ്ങളായി സമരങ്ങളും മറ്റും ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഞങ്ങൾ അവിടേക്ക് കൊടുത്തു, സെൻട്രലിലേക്ക് പറഞ്ഞു എന്നുള്ള ആ ഒരു സ്ഥിരം പല്ലവിയല്ലാതെ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഈ പനയമ്പാടം ഈ റീജിയനിലെ റോഡിന്റെ ബ്ലൈൻഡ് സ്പോട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് തീർച്ചയായിട്ടും സാർ, ഞാൻ ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥ ചർച്ചകളിലും പങ്കെടുത്ത ഒരാളാണ്. ഞാൻ ഈ പ്രദേശത്തെ ഈ അപകടം നടന്ന 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അന്നത്തെ MP ആയിരുന്ന ശ്രീ MP രാജേഷ് ഉൾപ്പെടെയുള്ള റിവ്യൂ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അന്നും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സൂചിപ്പിക്കുക എന്നതല്ലാതെ അതിനുള്ള ശാശ്വതമായ പരിഹാരമില്ല. ചർച്ചകൾ നടന്ന് ഒരു ചായ കുടിച്ച് പിരിയും എന്നതിനും അപ്പുറം കൂടിപ്പോയാൽ ദേശീയപാത അതോറിറ്റിക്ക് ഒരു കത്തെഴുതും. അതല്ലെങ്കിൽ 4 ചെറിയ ബമ്പുകൾ അവിടെ കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ ഒരു JCB ഉപയോഗിച്ച് ഒന്ന് ചിപ്പ് ചെയ്ത് പോകും. അത്രയും പോരല്ലോ. നമുക്കതിൻ്റെ വളവ് ശരിയാക്കണം, ചരിവ് ശരിയാക്കണം, അതിൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ വേണം. ഇതിനൊക്കെ ഒരു വലിയ ഇടപെടൽ ആവശ്യമല്ലേ ശ്രീ നാരായണൻകുട്ടി? അതെ. ഇവിടെ ഇന്നലെ 4 മണി മുതൽ ഈ സമയം വരെ നമ്മളൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് കരിമ്പയിലെ ജനങ്ങളൊട്ടാകെ ഉള്ളത്. ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് ശ്രീ യൂസഫ് പറയുന്നത് പോലെയുള്ള ഒരു ഗവൺമെൻറ്റിനെതിരായും അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു രാഷ്ട്രീയ ദിശയിലേക്ക് തിരിച്ചുവിടാൻ CPIM എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ കഴിഞ്ഞ 2 വർഷക്കാലമായി ഇത്തരത്തിൽ ഏതെങ്കിലും കോണിൽ നിന്ന് നിരുത്തരവാദപരമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം തടസ്സം നേരിട്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമരവും ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോഴാണ് അതിന് പരിഹാരം തേടി എല്ലായ്പ്പോഴും നമ്മൾ ആ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാറുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ ഈ ഭാഗത്ത് നടന്നിട്ടില്ലേ ശ്രീ യൂസഫ്? സമരം, നിരന്തരമായ സമരങ്ങൾ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നടന്നു വരുന്നു. അത് ബന്ധപ്പെട്ട അധികാരികളോട് സൂചിപ്പിക്കുന്നു, അപ്പോൾ ചർച്ച നടക്കുന്നു, താൽക്കാലിക പരിഹാരം നിർദ്ദേശിക്കുന്നു, വീണ്ടും പോകുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളിതിലൊരു രാഷ്ട്രീയ വിവാദത്തിലേക്കില്ല. ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണോ അവരെ കണ്ടെത്തുക. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടന്റായിട്ട് പ്രവർത്തിച്ച കമ്പനിയെ കൂടി ഇതിൽ പ്രതി ചേർക്കേണ്ടതല്ലേ? ഡ്രെയിനേജ് ഇല്ലാത്ത റോഡ് നിർമ്മിച്ചതിന്, ചരിവ് അശാസ്ത്രീയമായി ഉണ്ടാക്കിയതിന്, ഇതിനൊക്കെ സാർ ഡ്രെയിനേജ് ഇല്ലാതെയല്ല. അത്തരം കാര്യങ്ങളിലല്ല. 30 കിലോമീറ്റർ വേഗത നിയന്ത്രിക്കുന്ന ഈ ഒരു ഹോട്ട്സ്പോട്ടാണിത്. ഈ 30 കിലോമീറ്റർ വേഗത നിയന്ത്രിക്കുന്ന ഒരു പ്രദേശം, അതായത് 70-80 കിലോമീറ്റർ ദൂരത്ത് സഞ്ചരിക്കേണ്ട ദേശീയപാതയെ ഈ ഭാഗത്ത് മാത്രം 30 കിലോമീറ്ററിലേക്ക് ചുരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈനിങ്ങിൽ തന്നെ അപാകത ഉണ്ട് എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നതിൽ വലിയ സന്തോഷം. താങ്ക് യു ശ്രീ നാരായണൻകുട്ടി. താങ്ക് യു ശ്രീ യൂസഫ്. ഇത് പനയമ്പാടത്തെ മാത്രം വിഷയമല്ല. കേരളത്തിൽ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് നമ്മുടെ നിരത്തുകളിൽ. ഒരു വർഷം ശരാശരി 4000 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. Debate with Dr. Arun Kumar.